നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ചുരിദാർ സെറ്റും ഷോളും കാണിക്കാം. ചുരിദാർ സെറ്റ് എന്താ പറയുന്നത്, ക്രേപ്പ് ജോർജറ്റിൻ്റെ ചുരിദാർ സെറ്റാണ്. ഇത് കണ്ടോ, കുറേ എണ്ണം ബ്ലാക്കിൽ വിവിധ എന്താ പറയുക, ഹാൻഡ് വർക്ക്, എംബ്രോയ്ഡറി വർക്ക് ഇതെല്ലാം ചെയ്ത ബ്ലാക്കിൽ ക്രേപ്പ് വരുന്ന ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പോലെ ജെറ്റ് ബ്ലാക്കിൽ വരുന്ന ഇത് നെക്കിൻ്റെ പാർട്ടിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റാണ്. അത് ബ്ലാക്കിൽ വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഇഴകാണ്. അതിൻ്റെ കൂടെ ക്രേപ്പിലും കൂടെ വരുമ്പം നല്ല രസമായിരിക്കും. ഇത് വരും സാൻഡോൺ ബോട്ടം, ക്രേപ്പിൻ്റെ ടോപ്പ്. ഇത് അകത്തോട്ട് മടക്കിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ചുരിദാറിൻ്റെ ഇതിരിക്കുന്നത്. പ്ലെയിനാണ്, ക്രേപ്പിൻ്റെ പ്ലെയിന് ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഷോള്. പ്ലെയിൻ ഷോളാണ്, സ്കാലപ്പ് വർക്ക് ചെയ്തിട്ട് നെക്കിൽ ഇങ്ങനെ വന്നിട്ട് നല്ല ഡീപ്പ് ഡാർക്ക് കളറാണ് ഇതിന്. അത് ക്രേപ്പേ വരുമ്പോൾ അറിയില്ല, ക്രേപ്പ് ജോർജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിച്ചാൽ മതി ഏത് കളറാണോ അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഡാർക്ക് കളറിലായിരിക്കും. ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിൻ്റെ ഏറ്റവും ഡീപ്പ് ബ്ലാക്ക് കളറ്, റെഡ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നമുക്കറിയാം, നല്ല റേറ്റ് ഉണ്ട് അല്ലേ. സാരിയൊക്കെ ആണെങ്കിലും 1800 നല്ലതിന്, അല്ലാത്ത ഇപ്പോൾ എന്നാ പറയുക സെമി ആയിട്ടുള്ളത് ഇറങ്ങുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് ക്രേപ്പിൻ്റെ പ്യുവർ ക്രേപ്പാണ്, ക്രേപ്പ് ജോർജറ്റ്. ഇതാണ് നെക്കേ വരുന്ന വർക്ക്. ഇനി ആ നെക്കേലത്തെ വർക്ക് മാറി വരുന്ന കുറച്ചെണ്ണം ഉണ്ട്. സെയിം മെറ്റീരിയൽ, സെയിം കളർ വ്യത്യാസപ്പെട്ടുള്ളതും ഉണ്ട്, അല്ലാതെ ഉള്ളതും ഉണ്ട്. ഇത് കണ്ട നെക്കേ നല്ല ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാണിക്കാൻ. ഇത് മൂർത്ത് കാണിക്കേണ്ട കാര്യമില്ല. നെക്കേ നല്ല ഹാൻഡ് വർക്ക് വരുന്ന, ബാക്കിലേക്ക് ഇറങ്ങണ്ടേ, ഇത് അടുത്ത് കാണുക ചെയ്യട്ടെ. റൗണ്ട് നെക്ക് വരും, നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക്. എന്നിട്ട് ഹാൻഡ് വർക്ക് സിമ്പിളാണ്, പക്ഷെ ഒരു എലഗൻറ്റ് ലുക്ക് വരുന്ന ചുരിദാർ. പിങ്ക്, ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. എല്ലാത്തിനും നല്ല റൗണ്ട് നെക്ക് വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിന് ഇങ്ങനെ സൈഡിൽ കൂടെ, ഇതല്ലാതെ പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ഇതുണ്ട്, നേവി ബ്ലൂ, അതും ഹാൻഡ് വർക്ക്. ഷോളിൽ ഇങ്ങനെ ഓരോ ചെറിയ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, ബീഡ്സ്, കുഞ്ഞു ബീഡ്സ് ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വരും സിമ്പിളായിട്ട്, നല്ല എലഗൻ്റായിട്ട് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഇടാം. നമുക്ക് നല്ലൊരു മോഡലൊക്കെ പാറ്റേൺ ഒക്കെ കൂടുതൽ തയ്ക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. നല്ല രസമാണ് കാണാൻ, ഇടാനും നല്ല ഒരു നല്ല ബോഡി ഷേപ്പൊക്കെ ആയിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ ക്രേപ്പ് ആയതുകൊണ്ടേ. ഇനി വേറൊരു ഇനി ഞാൻ ക്രേപ്പിൻ്റെ റേറ്റ് കുറഞ്ഞ, കുറച്ചും കൂടെ മറ്റേതിനെ അപേക്ഷിച്ച് റേറ്റ് കുറഞ്ഞ ചുരിദാർ സെറ്റ് വേണമെങ്കിൽ, ക്രേപ്പ് തന്നെ ഇപ്പോൾ ഏതൊരു സ്റ്റഫ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം റേറ്റ് കൂടിയതും റേറ്റ് കുറഞ്ഞതുമായിട്ടുള്ള സ്റ്റഫ് വരുമല്ലോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് വേണേലും തയ്ക്കാം കേട്ടോ. ഇത് അടിവശത്താക്കിയിട്ട് വേണേലും തയ്ക്കാം, എങ്ങനെ വേണേലും തയ്ക്കാം. തിരിച്ചു കാണിച്ചാൽ മതിയോ? അതാണോ നല്ലത്? ഇത് നമ്മളെ കാണിച്ചത് ഇങ്ങനെ. ഇത് ക്രേപ്പ് ജോർജറ്റ് ആണ്. ഇതിൻ്റെ ഗുണമെന്ന് നല്ല ഒട്ടിക്കിടക്കും. പിന്നെ ഈ ക്രേപ്പ് ജോർജറ്റിനകത്ത് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ക്രേപ്പ് ജോർജറ്റിൻ്റെ ചുരിദാർ മെറ്റീരിയൽ തയ്ക്കുമ്പോൾ നിങ്ങൾ ഫുൾ ലൈനിങ് ഇടണം. ലൈനിങ് നമ്മൾ സാധാരണ കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ ഇതാണ് കുർത്തിയുടെ ലെങ്ത് എങ്കിൽ ഇവിടം വരെയൊക്കെ ലൈനിങ് ഇടുകയുള്ളൂ.
അല്ല ഒരു ഇവിടം വരെയൊക്കെ ലൈനിങ് ഇടുള്ളൂ, ഇവിടേക്ക് ലൈനിങ് ഇല്ലാതെ കിടക്കുന്നത്. പക്ഷേ ഇവിടെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ, ക്രേപ്പ് ജോർജറ്റിൻ്റെ പ്രത്യേകിച്ച് ഇവിടം വരെ ലൈനിങ് ഇടണം, അല്ലെങ്കിൽ സൈഡ് തൂങ്ങി വരുന്ന പോലെ ഫീൽ ചെയ്യും. അത് ഫുൾ ലൈനിങ് ഇട്ടാൽ മതി. വേണ്ടോ, നല്ല ലെങ്ത്താണ്. ഞാൻ മടക്കി ഇങ്ങനെ വെച്ചിരിക്കുക. ഇതാണ് ഷോള്, ഇങ്ങനെ വരും ഷോള്. കണ്ടോ, നല്ല ഭംഗിയാണ്. ക്രേപ്പിൻ്റെ സെമി എന്ന് പറയാം. സെമി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റേറ്റ് മറ്റേതായിട്ട് എത്രയാണ് വ്യത്യാസം എനിക്കറിയത്തില്ല. പ്യോർ ക്രേപ്പ് അല്ല, നല്ല പ്യോർ ക്രേപ്പ് ആകുമ്പം 1800-2000 രൂപ റേറ്റ് വരും. അയ്യോ, അതിൻ്റെ ബോട്ടമാണ് ഇത് ഈ കാണുന്നത്. ഇതിൻ്റെ 3 ഞാൻ ഇങ്ങനെ കാണിക്കാം, 2 ഡിസ്പ്ലേ ആയിട്ടും കാണിക്കാം കേട്ടോ. ഡിസ്പ്ലേ മീൻസ് ബൊമ്മയ്ക്ക് മാനിക്യൂനയിൽ ഇട്ടത് കാണിക്കാം. അടുത്തത് ഇത് വരും ബോട്ടം, സ്ലബ് സിൽക്കിൻ്റെ ബോട്ടം. ഷോള് കണ്ടോ, തുമ്പത്ത് ഈ ഒരു ഡിസൈൻ വരുന്ന പ്ലെയിൻ ഷോൾ. അടുത്തത് ചില്ലി റെഡ്. താഴോട്ടാകുമ്പോൾ കൂടെ കാണിക്കണേ. ഇത് വരും ബ്ലൗസ് അല്ല, ബോട്ടം ഷോള് ഇങ്ങനെ. ഇനി കുറച്ച് ഷോൾസ് കാണിക്കാം. ഇതിൻ്റെ 2 കളറും കൂടെ ഉണ്ട്. അത് മാനിക്യൂനിലെ ബൊമ്മ കാണിക്കാം. അത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പാകിസ്ഥാനി ഷോൾ അല്ല കേട്ടോ. പാകിസ്ഥാനി ഇപ്പം എല്ലാവരുടെയും ഒരു വിചാരം ഈ സ്റ്റോൺ പിടിപ്പിച്ച അപ്പോഴേ പാകിസ്ഥാനി ഷോളാണ്. പാകിസ്ഥാനി ഷോളല്ല, സെമി സിൽക്ക് ഷോളാണ്. സ്റ്റോൺ പിടിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അജ്രക്ക് പ്രിന്റ് വരുന്ന സെമി സിൽക്ക് ഷോള് 400 രൂപയേ ഉള്ളൂ. നല്ല സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഫുള്ള് ഇങ്ങനെ വരും കണ്ടോ. എന്നാന്ന് ക്യാമറയെ കാണിക്കും, നിങ്ങൾ സ്വന്തമായിട്ട് ഇന്ന് നോക്കുവാണോ. ബ്ലൂ ഷെയ്ഡ് വന്നാണ് ഇത്. അല്ല സോറി, നേവി ബ്ലൂ അല്ല, വയലറ്റ് അല്ലേ. എന്നാ നീ കളർ പോലും കിട്ടുന്നില്ല. വയലറ്റ് പോലത്തെ ഷെയ്ഡില് വന്നെങ്കിൽ ലൈറ്റ് ലാവണ്ടറിന്റെ ഒക്കെ ഒരു ഇത്. ലാവണ്ടർ അല്ല, വയലറ്റ് ആണ്. അതിന്റെ ലൈറ്റിലേക്ക് വരുമ്പോൾ അതും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. അങ്ങനെ മൊത്തം 5 ഷെയ്ഡാണ് ഉള്ളത്. ഇത് കണ്ടോ, ആ ക്രേപ്പ് ജോർജറ്റിന്റെ ഇത് ഡിസ്പ്ലേ ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ച രീതിക്ക് തന്നെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അടിയിൽ ഇതാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് യോക്ക് മേളിൽ വരണമെന്നാണ്. അതായത് നേവി ബ്ലൂ കളർ ഇവിടെ വരണം, കുറച്ചും കൂടി നേവി ബ്ലൂ കളർ. ചില കളറിനോട് ചിലർക്ക് ഇഷ്ടം വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരണമെന്നാണെങ്കിൽ തിരിച്ച് തയ്ക്കാം. ഈസി ആയിട്ട് നമുക്ക് തിരിച്ച് ഇട്ട് കട്ട് ചെയ്താൽ മതി. ഇതാണ് അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ. ഇതിപ്പം ഒരു പിങ്കാണോ പീച്ചാണോ പീച്ച് ഷെയ്ഡാന്ന് തോന്നുന്നു. ചാമ്പയ്ക്ക പീച്ചാണ്. ഒരു പീച്ചും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കേട്ടോ. സേഫ് ആയിട്ട് പറഞ്ഞു. നേവി ബ്ലൂ കളറ്. ഇനി അത് ഷോള് ഭയങ്കര സിൽക്കായോണ്ടേ തെന്നിപ്പോകും. അതിന് സ്റ്റോൺ ഉണ്ട്. ഇൻഡിഗോ മിക്സ് ആയിട്ടുള്ള ഒരു കളർ, ഇൻഡിഗോ ടീൽ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടോ. നല്ല ഷോളല്ലേ, 400 രൂപയ്ക്ക് നല്ല ഷോളാണ്. പിന്നെ ഐഡിയ ഉള്ളവർ വേണമെങ്കിൽ ടോപ്പും തയ്ക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൊഡാളിൻ്റെ 1400 രൂപയുടെ എങ്ങാണ്ട് മൊഡാളിൻ്റെ നമ്മളൊരു മീറ്റർ എടുക്കണമെങ്കിൽ നല്ലതാണെങ്കിൽ അത്രയും റേറ്റ് ആവും. അപ്പോൾ ഷോള് കൊടുത്തപ്പോൾ ആ ഷോൾ എടുത്ത് വെച്ച് ഞാനൊന്ന് പറഞ്ഞായിരുന്നു കുർത്തി അടിക്കാൻ നല്ലത്. കുർത്തി അടിച്ചിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു ഒത്തിരി പേരുണ്ട്. എന്നിട്ട് താങ്ക്സ് ഫോർ ദ ഐഡിയ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ വന്നു. ഉണ്ടോ, ഇതും വേണമെങ്കിൽ തയ്ക്കാം. അതായത് മൊഡാളിൻ്റെ ഷോൾ ഇടുന്ന പോലെ അജറക്ക് പ്രിന്റ് ഷോളല്ലേ. പിന്നെ എങ്ങനെ ഇടാം, നമുക്ക് പ്ലെയിൻ ഒക്കെ ഇടുമ്പോൾ വൈറ്റ് ഒക്കെ ഇടുമ്പോൾ ഇതിടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇൻഡിഗോയുടെ ഷോൾ ഇട്ട പോലെ ഉള്ളൊരു ഫീൽ കിട്ടും. ഇൻഡിഗോയുടെ ഷോൾ ഇട്ട പോലെ അല്ല, ഇൻഡിഗോയുടെ ഷോൾ ആണല്ലോ. സ്റ്റോൺ ഉണ്ട് കുറേ സ്റ്റോൺ ഉണ്ട്. പിന്നെ ഇല്ലെങ്കിലും കുറേ സ്റ്റോൺ ഉണ്ട്. സ്റ്റോൺ ചെയ്തേക്കുന്നതിന് നല്ല റേറ്റ് ഉണ്ടോ നിങ്ങൾക്ക് അറിയാലോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളർ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഇതൊരു ഗ്രീനിഷ് ഷെയ്ഡാണേ. ഉണ്ടോ,
ഇതൊക്കെ ആൾക്കാർ കണ്ടാൽ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോകും. എന്നാൽ അത്രയും നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ ബ്ലാക്ക് ഒക്കെ ഇടുമ്പോഴാണെങ്കിലും ബ്ലാക്കിൻ്റെ കൂടെ ഇടാം. പിന്നെ താഴോട്ടുള്ള കാണിക്കുന്നുണ്ടോ? ബ്ലാക്കിൻ്റെ കൂടെ ഇടാൻ നല്ല രസമാണ്. അതിൻ്റെ കൂടെ വൈറ്റിൻ്റെ കൂടെ ഇടാൻ അതിലും രസമാണ്. വേറൊരു ലുക്ക് കിട്ടും. നമ്മുടെ ഡ്രസ്സിന് ഭയങ്കര സെമി സിൽക്ക് ആയതുകൊണ്ടുണ്ടല്ലോ ഡ്രസ്സ് നല്ല വില പിടിപ്പ് തോന്നും. നമ്മളിപ്പോൾ സ്ലബ് സിൽക്കിൻ്റെയാണ് ടോപ്പ് ഇട്ടേക്കുന്നെങ്കിൽ പോലും ഇതിട്ട് കഴിയുമ്പം നല്ലൊരു വില പിടിപ്പ് തോന്നും. ഇങ്ങനെ ഷോൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് സിൽക്കല്ലേ, അത്യാവശ്യം സ്റ്റോൺ ഉണ്ടല്ലോ, ഒരു പാർട്ടി ടച്ചും കിട്ടും. നമുക്ക് നല്ലൊരു ഫീൽ എന്ന ലുക്ക് തോന്നിക്കും. ഇതും അത് സെയിം ആണോ? അല്ല, ഇതിനൊന്നും അഞ്ചരക്ക് പ്രിന്റ് ഉണ്ട്. ഞാൻ സ്റ്റോൺ ഉള്ളതുകൊണ്ട് അത് തമ്മിൽ ഒട്ടിയിരിക്കും. ഒറ്റ പ്രാവശ്യം നോക്കാൻ മതി, അത് കഴിയുമ്പോൾ ശരിയായിക്കോ. തിരിച്ച് മടക്കിയാൽ മതി. അടുത്ത പ്രാവശ്യം മടക്കുമ്പോൾ തിരിച്ച് മടക്കിയാൽ മതി. വയലറ്റ് ഇതും ഈ പറഞ്ഞ പോലെ പ്ലെയിൻ. ഈ വയലറ്റിന്റെ തന്നെ ടോപ്പും ബോട്ടവും കൂടി എടുത്തിട്ടുണ്ടല്ലോ. ചുമ്മാ കോട്ടൺ എടുത്തിട്ട് തയ്ച്ചിട്ട് ഇതൊന്നും ഇട്ട് നോക്കിയാൽ നല്ല ഭംഗിയായിരിക്കും. ഏതാണോ കളർ, ഇപ്പൊ ഇതാണെങ്കിൽ ഗ്രീനിന്റെ ഷെയ്ഡ്, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കാരണം ഒരു പേസ്റ്റൽ ചാർട്ടാണ് ഇതിന്റെ ഷോളിന്റെ കളർ. അപ്പൊ ആ പേസ്റ്റൽ ചാർട്ട് തന്നെയുള്ള കിട്ടാൻ ഇച്ചിരി പാടാണ്. പ്ലെയിൻ എടുക്കണം ടോപ്പും ബോട്ടവും. എന്നിട്ട് ഇതും കൂടെ ഒന്ന് ഇട്ട് നോക്കിയേ. എനിക്ക് സമയം ഉണ്ടായിരുന്നേ, എനിക്ക് സമയത്തിന്റെ ഒരു വലിയ, എനിക്ക് അറിയത്തില്ല എന്തോരം സമയം ഉണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം ഡിസൈൻ ചെയ്തേനെ. എൻ്റെ മനസ്സിലൊരു 15,000 ഐഡിയാസ് ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റാഫിനെ കൊണ്ട് ആരെ കൊണ്ടും ചെയ്യിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലിരിക്കുന്ന സാധനങ്ങൾ നമുക്കേ അത് മറ്റൊരാളെ പറഞ്ഞ് ചെയ്യിച്ച് വരുന്നതിലും പാടില്ലേ. എൻ്റെ കഥകൾ ഇരുന്ന് പറയുമല്ലേ. ഈ ഇത്തരൊരു പീച്ച് ഷെയ്ഡുണ്ട്. പക്ഷെ ആ പീച്ച് ഷെയ്ഡ് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതിലും നല്ല ഭംഗിയായിരിക്കും ഈ കളറുള്ള കുർത്തി ഇടുവാണല്ലേ. ഈ കളറിനൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എടുപ്പാണ്. നമ്മൾ കാഴ്ച തോന്നുന്നില്ലെന്ന്, പക്ഷെ ഒന്ന് ഇട്ട് നോക്കിയേ, ഭയങ്കര എടുപ്പായിരിക്കും. അല്ലെങ്കിൽ ഇത്തരം പീച്ച് ഷെയ്ഡിൻ്റെ എടുത്തിട്ട് നല്ല തെളിഞ്ഞ പീച്ച് എടുത്തിട്ട് ഇത് ഇട്ടാൽ മതി. കാരണം ഇത് അത്രയും ഭയങ്കര തെളിഞ്ഞല്ലോ നിൽക്കുന്നത്. അതും നല്ല ഭംഗിയായിരിക്കും. ഒരു പിങ്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതുപോലത്തെ ഷോൾ വാങ്ങിച്ചിട്ടില്ലേ? ഇപ്പോൾ കുറച്ച് എന്നും പോകാൻ ഡ്രസ്സ് വേണ്ടവരില്ലേ? അപ്പോൾ ഇതിനിപ്പം 100-400 രൂപയാകുന്നുള്ള ഈ ഷോളിന്. അപ്പം ചുമ്മാ കോട്ടൻ്റെ ഈ ഷോളിന് ചേരുന്ന ടോപ്പും ബോട്ടവും എടുക്കണം. മീൻസ് തയ്പ്പിച്ചാൽ മതി. തയ്ക്കാൻ അറിയാവുന്നവർക്ക് ഒത്തിരി ലാഭം. എന്നിട്ട് ഇത് കൂട്ടൊരു ഷോൾ ഇട്ട് നോക്കിക്കേ, എന്ത് വേറൊരു നല്ല വില വിട്ടിപ്പുള്ള സാധനം വാങ്ങിക്കുന്നത്. എന്തിനാ 10,000-2,000 രൂപയൊക്കെ മുടക്കി ചുരിദാർ സെറ്റ് എടുത്തിട്ട് പിന്നെ അതിന് സ്റ്റിച്ചിങ് ചാർജും കൂടെ കൊടുക്കണ്ടേ? അപ്പോൾ ഒത്തിരി പേർക്കും തന്നെ തയ്ക്കാൻ അറിയാം. ഒരുമാതിരിപ്പെട്ടവരെല്ലാം അവനവൻ്റെ ഡ്രസ്സെങ്കിലും തന്നെ തയ്ക്കും. അതൊന്നും അറിയത്തില്ലാത്ത ഞാനൊക്കെ ഉള്ളൂ. എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ടമില്ലെന്നേ. എനിക്ക് ഈ തയ്യൽ, ക്രാഫ്റ്റ്, അങ്ങനത്തെ പരിപാടി എനിക്കിഷ്ടമില്ല. ഈ മേനക്കെട്ടിരുന്നുള്ള കുനുകുനാ ചെയ്തൊന്നും പരിപാടിയൊന്നും ഇഷ്ടമില്ല. കണ്ടോ, ഒരു ബ്ലൂ ഷെയ്ഡാണേ. ഇതേ കൂടെ ചെറിയ സ്റ്റോൺസ് സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. കണ്ടോ, മസ്റ്റാർഡ് ചെയ്യല്ലോ. ഞാൻ ക്യാമറയിലല്ല നോക്കുന്നത്, ഞാൻ ഇവിടെ ഫ്രണ്ടിലത്തെ കണ്ണാടിയല്ല നോക്കുന്നത്. ഇങ്ങനെ ഇട്ടണം, ഈ ഷോൾ ഇങ്ങനെ ഇട്ടാലേ അതിനൊരു ഭംഗി കിട്ടത്തുള്ളൂ. മൊത്തത്തിൽ ഇങ്ങനെ വിരിച്ചല്ലാതെ നമ്മൾ ഇങ്ങനെ മടക്കിയില്ലേ, ഇങ്ങനെ കുത്തിയൊന്നും വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി കിട്ടത്തില്ല. ഇങ്ങനെ കഴുത്തേക്കൂടെ ഇടണം. പണ്ടത്തെ നാദിയ മൈദു കട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെയറിൻ്റെ ഒരു സ്റ്റൈലില്ല, അതുപോലെ തന്നെ അതിനകത്ത് തന്നെയുള്ള പുള്ളിക്കാരത്തിൻ്റെ സ്റ്റൈൽ ഇതല്ലായിരുന്നു ഷോൾ ഇടുന്നത്. അത് ഭയങ്കര നല്ല സ്റ്റൈലല്ലേ. പിന്നെ പ്യുവർ മൊഡാൾ, ഇതെല്ലാം പ്യുവർ മൊഡാളാണോ ഇല്ലയോ ആർക്കറിയാം, എടുത്തു വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. പ്യുവർ മൊഡാളിൻ്റെ ഷോളെ ഒത്തിരി പേര് കൺയൂസും എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് പ്യുവർ മൊഡാളാണ്, ഹാൻഡ് ബ്ലോക്ക് ആണ്, നാച്ചുറൽ ഡൈ ആണ്. അതുകൊണ്ട് ഇതിനകത്ത് വ്യത്യസ്തത കാണും. നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈയുടെ ഈ കളറാക്കി എടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് കെമിക്കലും കൂടെ കൂടി ചേർത്തിട്ട്. അപ്പോൾ നാച്ചുറൽ ഡൈ എന്ന് അതിന് പറയുമ്പോൾ അതിൻ്റെ നമുക്ക് ബോഡിക്ക് ഭയങ്കര കംഫർട്ടാണ്. പക്ഷെ
എന്താ പറയാ, അതിന് എന്നെ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒരുമാതിരി പടർന്ന പോലെ ഇരിക്കും. ഓക്കെ, വൃത്തിയോടായിട്ടല്ല ഇരിക്കുന്നത്, ഞാൻ അതിൻ്റെ പറഞ്ഞതേ ഉള്ളൂ. നാച്ചുറൽ ഡൈ ആണെന്നുള്ളതിൻ്റെ തെളിവ് അത്. ഇത് മുന്താണി, ഇത് രസമാണ്. ഇത് വാങ്ങിച്ചിട്ടാണ് ആൾക്കാർ മൊഡാളിൻ്റെ ടോപ്പ് തയ്ച്ചത്. റേറ്റ് എനിക്ക് പലതിനും പല റേറ്റ് ഉണ്ട്. മൊഡാളിൻ്റെ എന്ന് പറഞ്ഞാൽ മൊഡാള് തന്നെ പല, ഇത് 1250-ൻ്റെയാണ്. അതിൽ കൂടിയതുണ്ടോ ഇല്ല എനിക്കറിയത്തില്ല. അതുകൊണ്ട് 1600-ൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാണെന്ന് അറിയത്തില്ല. നേവി ബ്ലൂ എന്നാ സുഖം. ഇത് AC-ക്കകത്ത് കയറിയ പോലെ ഇതും ശരീരത്തോട്ട് ഇടുമ്പോൾ അത്രയ്ക്ക് കംഫർട്ടാണ്, അത്രയ്ക്ക് കംഫർട്ടുമാണ്, അത്രയ്ക്ക് ലുക്കുമാണ്. കാണാനാണെങ്കിൽ പറയാൻ വേണ്ട. നല്ലൊരു ഫങ്ഷൻ പോകണമെങ്കിൽ ഒരു മൊഡാളിൻ്റെ ഷോളും പിന്നെ സാധാ ഒരു സെമി സിൽക്കിൻ്റെ ടോപ്പും ബോട്ടും എടുത്ത് തയ്ച്ചിട്ട് ഇതാ, അതെല്ലാം അജർക്ക് പ്രിന്റ് വരുന്നതാ. ഇതും അതെ. ഇപ്പം നല്ല ഡാർക്ക് കോഫി കളർ അല്ലേ, കോഫി കളർ കേട്ടോ. എന്നും ജോലി എടുത്ത് വീഡിയോ എടുത്ത ക്ഷീണമെന്നല്ലേ പറയുന്നത്, ഇത് ഭക്ഷണം കഴിച്ച ക്ഷീണമാണ്. ഊണ് കഴിച്ചതിൻ്റെ ക്ഷീണം എപ്പോഴും എനിക്കിഷ്ടമില്ല കേട്ടോ. ചുമ്മാ എനിക്കൊരു ക്ഷീണമില്ല. ഐ ആം ഓക്കെ, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അടുത്തത് ഇതും കോഫിയാണോ വൈനാണോ? കോഫി രണ്ടും കൂടെ മിക്സ് ഉണ്ടല്ലേ, വൈനും ബ്ലാക്കും ഒക്കെ ഉണ്ട്. എന്നെ സുഖം ഇത് മേത്തുന്നു, എടുക്കാൻ തോന്നുന്നില്ല കേട്ടോ, അത്രയ്ക്ക് കൂളിങ്ങാ. ബ്ലാക്ക്, ഇത് പ്യുവർ ബ്ലാക്ക് ആണ്. നല്ലൊരു ആൻറ്റിക് ലുക്ക് തോന്നിക്കുന്ന ഒരു കളറാണ്, കോമ്പിനേഷനാണ്. ഈ കളർ കോമ്പിനേഷനുള്ള നല്ല പേളുമാല കിട്ടും. എൻ്റെ കയ്യിലുണ്ട് ഈ ഡാർക്ക് മെറൂണിൻ്റെ പേളുമാല, ഡാർക്ക് മെറൂണും ബ്ലാക്കും കൂടെയൊക്കെ ഉള്ള പേളുമാല വേറെ. എന്നിട്ട് അതിൻ്റെ തന്നെ കമ്മലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഗെറ്റപ്പ്, ആൻറ്റിക് ആയിട്ടുള്ള ഒരു ഗെറ്റപ്പ് ഉണ്ടാക്കി എടുക്കുകയല്ലേ ചില ഡ്രസ്സ്. ആൻറ്റി അല്ല, ഓ അങ്കിളും ചേതമല്ലോണ്ട്. ഇതാ നേവി ബ്ലൂ, നല്ല ഡാർക്ക് കളർ കേട്ടോ. ഇത് ഡ്രൈ വാഷേ പാടുള്ളേ, നാച്ചുറൽ ഡൈ ആണ്, ഡ്രൈ വാഷേ പാടുള്ളൂ. ഇത് എന്തിനാ ഷോളൊക്കെ പെട്ടെന്ന് അടിക്കരുത്, വാഷ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് നന്നായിട്ട് തണലത്തിട്ടൊന്ന് കാറ്റ് പൊളിച്ചാൽ മാത്രം മതി. തണലത്തിട്ട് കാറ്റ് പൊളിക്കുക. അയൺ ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിക്കണം. എന്നാൽ വിലയുള്ളതിന് അത്രയും കെയറിങ് നമ്മൾ കൊടുത്തേ മതിയാവും. ഇത് കാണിച്ചോണം ഇല്ലല്ലേ, കാണിച്ചോ. ഷോപ്പിൽ വരുന്നവർക്കാണെങ്കിൽ ഡയറക്റ്റ് നോക്കിയെടുക്കാം. മേത്തിട്ട് കഴിഞ്ഞാൽ ഊരാൻ തോന്നത്തില്ല. അത് ഞാൻ പറയുന്നു. ശരീരത്തിൽ ഇങ്ങനെ കാണാൻ നോക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരാതെ ഇങ്ങനെ നടക്കണം തോന്നും. അത്രയ്ക്ക് തണുപ്പാണ് അടിക്കുന്നത് ഇതിലോട്ട്. എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ഞാൻ പറയുന്നത് കേട്ടോ? ഉണ്ടോ? സഹിച്ചു ഉണ്ടെങ്കിൽ സഹിച്ചു. സഹിക്കാതെ എന്ത് ചെയ്യും? പ്രിന്റഡ് ഷോട്ട്, കോട്ടൺ പ്രിന്റഡ് ഷോട്ട്. ഞാൻ ഈ കൂടുതലും പ്രിന്റഡ് ഷോൾ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് പറയുക. പ്രിന്റഡ് ഷോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പല ഡ്രസ്സിനിടാം, പല പ്ലെയിനിനിടാം, പല കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. ഇതിപ്പോൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാമ്പയ്ക്ക പീച്ച് കളറുള്ള ഒരു ടോപ്പും ബോട്ടോ എടുത്തിട്ട് ഇതും കൂടി ഇട്ടാൽ എന്തിനാ ചുരിദാർ സെറ്റൊക്കെ വേറെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകും. ഞാൻ ഈ പണി പറഞ്ഞിട്ട് എൻ്റെ കടയിലിരിക്കുന്ന ചുരിദാർ സെറ്റ് പോകണ്ടേ അല്ലേ? നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ചുരിദാർ സെറ്റിനുണ്ട്, കുർത്തിക്കുമുണ്ട്. വരച്ചിട്ട് കേട്ടാ തോന്നും ചുരിദാർ സെറ്റും കുർത്തിയും മാത്രമേ ഉള്ളൂ നീ കടയിലല്ലേ? അയ്യോ എല്ലാ സാധനവും പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ദൈവം തമ്പുരാൻ്റെ കൃപ, എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ പുണ്യം, സ്നേഹം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇതുണ്ട് മസ്റ്റാർഡിയൻ്റെ ഇത് കളറുള്ള ടോപ്പും ബോട്ടോ എടുക്കുക. എന്നിട്ട് ഈ പീച്ച് ബ്ലൂ വിത്ത് പിങ്ക്. ഈ CCTV ക്യാമറയുടെ സ്ക്രീൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും കാണാൻ അവിടേക്ക് പോകുന്നത്. കളറല്ലേ നല്ല ഈ പണ്ടാരണ്ട് പറഞ്ഞ പോലെ
പള്ളിയിൽ അങ്ങനെയൊക്കെ പോകാനും അമ്പലത്തിൽ പോകാനും ഓഫീസിൽ പോകാനും ഒക്കെ നല്ല ഈ കോട്ടൻ്റെ നല്ല വൃത്തിക്ക് നീറ്റായിട്ട് നിൽക്കുന്ന ഡ്രസ്സ് ഇടത്തില്ല. കോട്ടൺ ഒരു പ്രത്യേക ഒരു നീറ്റ്നെസ് ഉണ്ട്, ഒരു നമുക്കൊരു ലുക്ക് കിട്ടുന്നത്. ആ ഒരു ഇത് വന്നിട്ട് ഈ സോഫ്റ്റ് കോട്ടൻ്റെ ഷോളും കൂടെ ആകുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ്. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 460 രൂപ. നല്ല പ്യുവർ കോട്ടൺ, നല്ല ലെങ്ത്തും വിട്ടും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ ഈ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഇപ്പോൾ ഭയങ്കര ഇതാണല്ലോ, ഡിമാൻഡാണല്ലോ. കുട്ടിയാണെങ്കിൽ പോയി ഈ ഒരു പ്രിന്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൈറ്റിൽ ഈ ഒരു പ്രിന്റ് വരുന്നത് ഭയങ്കര ഹിറ്റായിപ്പം. അപ്പം ഇന്നത്തെ കലാപരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി ബ്ലൗസാ ബ്ലൗസിന് ഇങ്ങനെ ഇവിടുത്തെ ഫോണിലും ലാൻഡ് ഫോണിലും എല്ലാം ഇങ്ങനെ എൻക്വയറി വന്നുകൊണ്ടേ ഇരിക്കുക. റീസ്റ്റോക്ക്, പ്രീ ബുക്കിംഗ് എടുക്കുമോ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. റീസ്റ്റോക്ക് വിത്തിൻ 2 days. നിങ്ങൾ വൈകുന്നേരം 7 മണിക്കത്തെ വീഡിയോ നോക്കിയാൽ മതി. റീസ്റ്റോക്ക് ഉണ്ട്, വന്നുകൊണ്ടിരിക്കുക. ഇന്നോ നാളെ നമ്മുടെ കയ്യിൽ സാധനം എത്തും. വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ മാക്സിമം നേരത്തെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. എനിക്കറിയാം ബ്ലൗസിൻ്റെ ആവശ്യകത. ക്രിസ്മസിൻ്റെ ബ്ലൗസൊക്കെ വരുന്നുണ്ട്, വൈറ്റും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് വരുന്ന പ്രിൻറ്റഡ് ബ്ലൗസൊക്കെ വരുന്നുണ്ട്. റെഡിൽ വൈറ്റും വൈറ്റിൽ റെഡും ഒക്കെ വരുന്ന ക്രിസ്മസിൻ്റെ മാത്രമുള്ള ബ്ലൗസ്. ഇത്ര രൂപയല്ലേ ഉള്ളൂ. നമുക്ക് ഒരെണ്ണം എടുത്ത് വെച്ചാൽ പോലും നമുക്ക് നല്ലതാണ്. നമുക്ക് പിന്നെ അത് വേറെ സാരിയായിട്ട് മാച്ചിങ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതെല്ലാം വരുന്നുണ്ട്, കാണിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു, ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. ഞാൻ പറയുമ്പോൾ ഒത്തിരി പുതിയ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ഒത്തിരി താങ്ക്സ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.